നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊണ്ണൂറായിരത്തിന് താഴെയെത്തി സ്വർണ്ണവില. പ്രതീക്ഷയോടെ ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെ പവന് 120 രൂപ വർദ്ധിച്ചിരുന്നു. ഇന്ന് പവന് 520 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സംസ്ഥാനത്ത് സ്വർണ്ണവില 90,000-ന് താഴെയെത്തി. ഇന്ന് ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 89,800 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങാൻ 1 ലക്ഷത്തിന് അടുത്ത് നൽകണം. കോട്ടയം പാലായിൽ ഹൈവേ പോലീസിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന 3 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ മുണ്ടങ്കൽ ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് സൈഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. SI നൌഷാദ്, സിവിൽ പോലീസുകാരായ സെബിൻ, എബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സെബിന്റെ കാലിനും മുഖത്തും പരിക്കേറ്റു. മറ്റ് 2 പേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. 3 പേരെയും പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നാലെ വന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ എത്തിച്ചത്. കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. RPF ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ മമ്പറം സ്വദേശിയായ ധനേഷ് എന്നയാളെ പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30-യോടെയാണ് സംഭവം നടക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ 1-ാം പ്ലാറ്റ്ഫോമിൽ ലേഡീസ് വെയിറ്റിംഗ് റൂമിന് സമീപത്ത് ഒരാൾ കിടക്കുന്നത് കണ്ട് പരിശോധിക്കുന്നതിനിടെയാണ് ഇയാൾ ആക്രമിച്ചത്. ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കടിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിനിരയായ ഉദ്യോഗസ്ഥൻ പിന്നീട് ചികിത്സ തേടി. അക്രമിയായ ധനേഷ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ധനേഷിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. സീരിയൽ നടിക്ക് നേരെ ലൈംഗിക അതിക്രമം. മലയാളി യുവാവ് അറസ്റ്റിൽ. വൈറ്റ്ഫീൽഡിൽ താമസിക്കുന്ന നവീനാണ് അറസ്റ്റിലായത്. സാമൂഹിക മാധ്യമം വഴി നിരന്തരം അശ്ലീല സന്ദേശം അയച്ചെന്നാണ് കന്നഡ നടിയുടെ പരാതി. നടി നേരിൽ വിളിച്ച് വിലക്കിയിട്ടും സന്ദേശം അയക്കുന്നത് തുടർന്നുവെന്നും സ്വകാര്യ അശ്ലീല ഫോട്ടോകൾ അയച്ച് അപമാനിച്ചുവെന്നുള്ള പരാതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്നപൂർണേശ്വരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തെലുങ്ക്, കന്നഡ സീരിയലുകളിൽ അഭിനയിക്കുന്ന നടിയാണ് പരാതി നൽകിയത്. കേരള തീരത്ത് ഭീതി. തിരുവനന്തപുരത്തും കോഴിക്കോടും അതീവ ജാഗ്രത. തിരുവനന്തപുരത്തും കോഴിക്കോടും നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കോഴിക്കോട് ചേമ്പാല മുതൽ രാമനാട്ടുകര വരെയുമാണ് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ തീരങ്ങളിൽ 0.7 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. ഈ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്.